ബോയ്സ് ആൻഡ് ഗേൾസ് പ്ലാറ്റ്ഫോം 7 ഒരു പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നത് എന്നുള്ളതിനെ പറ്റി ഗെസ് ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് മഡ്ഗാവ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ, ഗോവയിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനായ മഡ്ഗാവ് ജംഗ്ഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. കൊങ്കൺ റെയിൽവേയുടെ തന്നെയാണ് ഏറ്റവും വലിയ സ്റ്റേഷനുകളിലൊന്നാണ് മഡ്ഗാവ്. ഏറ്റവും വലിയ സ്റ്റേഷനാണ് മഡ്ഗാവ്. സ്റ്റേഷനുകളിലൊന്നും പറയാൻ പറ്റില്ല, ഏറ്റവും വലിയ സ്റ്റേഷനാണ് മഡ്ഗാവ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു അടിപൊളി യാത്ര തുടങ്ങാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ട്രെയിൻ ഇതൊരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഏത് ട്രെയിനിന് കാണിച്ച് പറഞ്ഞു തുടങ്ങാമായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് ട്രെയിൻ എത്തുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് സ്റ്റേഷൻ ബിൽഡിങ്. നല്ല ഗോവൻ ആർക്കിടെക്ചറിൽ പണിതിരിക്കുന്ന ഒരു സ്റ്റേഷൻ ബിൽഡിങ്ങാണ്. നമുക്കിനി പതുക്കെ ഉള്ളിലേക്ക് പോകാം. നമുക്കിവിടുന്ന് ഉള്ളിലേക്ക് പോകാം. കൊങ്കൺ ട്രെയിനിൽ നമ്മളോട് സുസ്വാഗതം, വെൽക്കം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് സ്റ്റേഷൻ ഉള്ളിലേക്ക് കയറുമ്പോൾ ഇതൊരു നല്ലൊരു വ്യത്യസ്തമായ ഒരു ടെർമിനൽ ബിൽഡിങ്ങാണ്. നമ്മൾ സാധാരണ കാണുന്ന ടെർമിനൽ ബിൽഡിങ്സ് പോലെയല്ല, വളരെ വ്യത്യസ്തമായ ഡിസൈനാണ്. നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നല്ല വൃത്തിയുള്ള സൈനേജസ് കാണാം. ഇവിടെ നല്ല വൃത്തിയുള്ള സൈനേജസാണ്. വൃത്തിയായിട്ട് പ്ലാറ്റ്ഫോം നമ്പറും ഓരോ ഡയറക്ഷനും വളരെ വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റേഷൻ ഉള്ളിലേക്ക് കയറാം. നമ്മുടെ ട്രെയിന് ആ ബോർഡിൽ തന്നെ ആദ്യം പേരെഴുതിക്കുന്ന വണ്ടിയാണ് നമ്മുടെ 10104 മാണ്ഡവി എക്സ്പ്രസ്. രാവിലെ 8:30 ഇവിടുന്ന് ഡിപ്പാർട്ട് ചെയ്യും. പ്ലാറ്റ്ഫോം നമ്പർ ഇതുവരെ ഇട്ടിട്ടില്ല. 12431 ഉണ്ട് നമുക്ക് മുന്നേ പോകേണ്ടത്. അതായത് തിരുവനന്തപുരം ഹജറത്ത് നിസാമുദ്ദീൻ രാജധാനി പ്ലാറ്റ്ഫോം 3 പോകുന്നു പറയുന്നുണ്ട്. കഷ്ടകാലത്തിനിവിടെ മെയിൻ ലൈനിൽ ഒരു ഫ്രൈറ്റർ വന്ന് പിടിച്ചിരിക്കുന്നുണ്ട്. നമുക്ക് അപ്പുറത്തെ പ്ലാറ്റ്ഫോം 3 വരുന്നതും പോകുന്നതും നമുക്ക് കാണാൻ പറ്റില്ല. എൻ്റെ കോച്ച് B1 ആണ്. എൻ്റെ ടിക്കറ്റ് ഇതുവരെ കൺഫേം ആയിട്ടില്ല. RAC ആണ്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, പകലയാത്രയാണല്ലോ. मडगाव मुंबई छत्रपति शिवाजी महाराज टर्मिनस 1010 मडगाव मुंबई छत्रपति शिवाजी टर्मिनस मंडोवी एक्सप्रेस तिच्या निर्धारित वेळेत सकाळी 8:30 प्लॅटफॉर्म क्रमांक 1 वरून जाईल. നമ്മുടെ വണ്ടി രാവിലെ 8:30 കറക്റ്റ് ടൈമിന് പ്ലാറ്റ്ഫോം നമ്പർ 1 പുറപ്പെടുമെന്ന് പറയുന്നത്. ഇവിടെ മഡ്ഗാവ് സ്റ്റേഷനിൽ, മഡ്ഗാവിൽ മാത്രമല്ല പല സ്റ്റേഷനിലും കൊങ്കൺ റെയിൽവേയിൽ കണ്ടിട്ടുണ്ട്. ഇങ്ങനത്തെ ഷോപ്പിംഗ് ഇതുണ്ട്. ഇവിടുത്തെ തുണികളുടെ ഷോപ്പിംഗ് ആണിത്. അതുപോലെ അപ്പോൾ ചെരുപ്പുകളുടെയും ഉണ്ടായിരുന്നു. അനൗൺസ്മെൻറ്റ് വന്നു കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടുത്തെ ഡിജിറ്റൽ ഇൻഡിക്കേറ്റേഴ്സൊക്കെ അപ്ഡേറ്റ് ആയി. ഡിജിറ്റൽ ഇൻഡിക്കേറ്റേഴ്സിൽ കറക്റ്റായിട്ട് 10104 കാണിച്ചു തുടങ്ങി. നമ്മുടെ കോച്ച് B1 ആണ്. അപ്പോൾ ആ പ്ലാറ്റ്ഫോം 1 വലിയ ബോർഡില്ല, ആ ബോർഡിനടുത്തായിട്ട് ഒരു ഏകദേശം നമ്മുടെ കോച്ച്. ഇവിടെ പ്ലാറ്റ്ഫോം നമ്പർ 1 തന്നെ ഒരു എക്സിക്യൂട്ടീവ് ലൗഞ്ച് ഉണ്ട്. ഈ കാണുന്ന എക്സിക്യൂട്ടീവ് ലൗഞ്ച് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സോഫ സീറ്റിങ്ങൊക്കെയാണ്. 1ലേക്ക് എത്തിയ ഉടനെ തന്നെയാണ് ഈ കാണുന്നതാണ് സീറ്റുകൾ. ഞാൻ അകത്ത് കയറിയില്ല, കാര്യം നമുക്കിപ്പോൾ ആവശ്യമില്ല, നമ്മൾ ചെക്കൗട്ട് ചെയ്ത് വന്നേ. ഇതിൻ്റെ റേറ്റ് കാർഡ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. 100 രൂപയാണ് 2 മണിക്കൂറിന്. സാധാരണ സോഫയ്ക്ക് 100 രൂപ 2 മണിക്കൂറിന്. അങ്ങനെയാണിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഇവിടെ പോഡുകൾ അവൈലബിൾ ആണ്. 350 രൂപ സ്റ്റാർട്ടാവുന്നു. ഇനി വരുമ്പോൾ നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. ഇതാണ് ഞാൻ കാണിച്ച എക്സിക്യൂട്ടീവ് ലൗഞ്ച്. ഇത് നമ്മുടെ എൻട്രൻസിന് തൊട്ടടുത്താണ്. ഇതാണ് മെയിൻ എൻട്രൻസ് വഴി കയറി വന്ന ഉടനെ റൈറ്റ് സൈഡിലാണ് ഈ സാധനം. അവിടെ നേരെ പ്ലാറ്റ്ഫോം നമ്പർ 1ലേക്കും കിടക്കും. നമ്മുടെ ട്രെയിനിൻ്റെ ജസ്റ്റ് പ്ലാറ്റ്ഫോമിനോട് കയറി വരുന്ന കാണാം. കണ്ടോ അവിടെ റൈറ്റ് സൈഡിൽ ആദ്യം കാണുന്ന DG4 അല്ല, റൈറ്റ് സൈഡിൽ ഒരു P7 റെഡ് ലാമ്പ് കാണാൻ പറ്റും. ആ വരുന്നതാണ് നമ്മുടെ ട്രെയിൻ. നമ്മുടെ ട്രെയിൻ ഷണ്ടിൽ വരുന്നുണ്ട്. അതേ സമയത്ത് ഒരു DG4 ഹോൾഡ് ഫ്രൈറ്റർ 12073 ആണ് ലീഡിങ്. ഒരു ഫ്രൈറ്റർ മെയിൻ ലൈൻ വഴി കടന്നു പോകുന്നുണ്ട്. ഷെഡിൻ്റെ ലോക്കോസ് ആണ്. വിജയവാഡ ഷെഡിൻ്റെയാണ് ലോക്കോ. അങ്ങനെ നമ്മുടെ ട്രെയിൻ എത്തി. ഇപ്പോൾ സമയം 8:23 8:30 പോകുന്ന ട്രെയിനാണ്. ഫുഡ് കിങ്ങിൻ്റെ പാൻട്രി കാറാണ് പോകുന്നത്. ഈ ട്രെയിന് മാണ്ഡവി എക്സ്പ്രസ് ആണ്. ഇന്ത്യൻ റെയിൽവേയുടെ തന്നെ ഫുഡ് കിങ് എന്ന് വിളിക്കാൻ പറ്റുന്നത്. അറ്റ്ലീസ്റ്റ് കൊങ്കൺ റെയിൽവേയുടെ ഫുഡ് കിങ് ആണ് ഉറപ്പായിട്ടും. അപ്പോൾ അതാ വരുന്നതാണ് നമ്മുടെ കോച്ച് B1. കൊങ്കൺ റെയിൽവേ ഓണർഷിപ്പിലുള്ള ഒരു ട്രെയിനിൽ ആദ്യമായിട്ടാണ് നമ്മുടെ യാത്ര. 182710 ആണ് നമ്മുടെ കോച്ച് നമ്പർ. വണ്ടി വന്നിട്ടുണ്ട്. ഡോറ് തുറന്നിട്ടില്ല എന്ന് തോന്നുന്നു. RAC ആണ് ടിക്കറ്റ്. ഇതൊരു കൺഫേം ആയിട്ടില്ല. പോകെ കൺഫേം ആവുമായിരിക്കും. നമുക്കെന്നാൽ പെട്ടെന്ന് ഉള്ളിലോട്ട് കയറ്റി നമ്മുടെ ലഗേജൊക്കെ വെച്ചിട്ട് നമുക്ക് പോയി ബാക്കി വിശേഷങ്ങൾ നോക്കാം. MCF ലൈബ്രറി കാലിയാണ്. ഒരു മനുഷ്യൻ കയറിയിട്ടില്ല. നമ്മളാണ് ആദ്യമായിട്ട് കാലുവെടുത്ത് വെച്ചത്. സീറ്റ് നമ്പർ 39 ആണ് സൈഡ് ലോവർ ബർത്ത്. RAC കാർക്ക് പിന്നെ അതാണല്ലോ കിട്ടുക.
സീറ്റ് നമ്പർ 39 സൈഡ് ലോവറാണ് നമ്മുടെ ബർത്ത്. നമുക്ക് അതിലേക്ക് ഇരിക്കാം. ട്രെയിൻ ഏറെക്കുറെ ഇവിടെ നിന്ന് പുറപ്പെടുമ്പോൾ കാലിയാണെന്നാണ് ഞാൻ ചാർട്ട് നോക്കിയപ്പോൾ മനസ്സിലാക്കിയത്. നമുക്ക് പോകെ അറിയാം. വാസ്കോ പുലേം എക്സ്പ്രസ് ആയിരുന്നു പാസഞ്ചർ. നമ്മുടെ ട്രെയിനിൻ്റെ ഇതിലോട്ട് ലഗേജ് കയറ്റുന്നുള്ളൂ. സമയമുണ്ട്, 2 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചിടക്കാം. കൃത്യം 8:30 നമ്മുടെ സ്റ്റാർട്ടർ മാറി. സ്റ്റാർട്ടർ ആംബറായി കഴിഞ്ഞു. അപ്പം നമ്മളങ്ങനെ പുറപ്പെട്ട സമയം ഇപ്പോൾ 8:37, 7 മിനിറ്റ് ലേറ്റായിട്ട് പുറപ്പെട്ടു. വളരെ അപ്രീഷ്യബിളാണ്. കാര്യം 8:20 കഴിഞ്ഞിട്ടാണ് റേക്ക് പ്ലാറ്റ്ഫോമിലോട്ട് വന്നത് തന്നെ. 8:20 കഴിഞ്ഞ് പ്ലാറ്റ്ഫോമിലോട്ട് വന്ന റേക്ക് അവർ 8:37 ബേസ് ഡിപ്പാർച്ചർ നടത്തിയെന്ന് പറയുമ്പോൾ അത് വളരെയേറെ അപ്രീഷ്യബിളാണ്. ബേസിക്കലി ആടിയിൽ നിന്ന് തന്നെ എനിക്ക് തോന്നുന്ന ഒരു ബ്രേക്ക് പവറൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് അത്രയും സമയം സേവ് ചെയ്തിട്ടാണ് ഇവിടെ പുറപ്പെടുന്നത്. അപ്പോൾ നമ്മളങ്ങനെ മഡ്ഗാവ് ജംഗ്ഷനിൽ നിന്ന് യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി 9:30 ഈ വണ്ടി മുംബൈ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസിൽ എത്തേണ്ടത്. അപ്പോൾ ഏകദേശം 13 മണിക്കൂർ ആണ് നമ്മുടെ യാത്ര. മഡ്ഗാവ് സ്റ്റേഷനിലെ പുതിയ പ്ലാറ്റ്ഫോംസിനകത്ത് തേജസ് എക്സ്പ്രസ് ഇറക്കണ്ടായിരുന്നു. ഇപ്പുറത്ത് കിടക്കുന്നത് ജനശതാബ്ദി എക്സ്പ്രസ് ആണ്. ഈ ജനശതാബ്ദി ഇപ്പോൾ 2 റേക്ക് ഉപയോഗിച്ച് ഓടിക്കുന്നത്. കാര്യം മൺസൂൺ ഷെഡ്യൂൾ ആയതുകൊണ്ട് റണ്ണിങ് ടൈം കൂടുതലാണ്. അതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന റേക്ക് ഇവിടെ ഹോൾട്ട് ചെയ്തിട്ട് അടുത്ത ദിവസം തിരിച്ചു പോകുള്ളൂ. അതുകൊണ്ട് 2 റേക്ക് വെച്ച് ജനശതാബ്ദി ഡെയിലി ഓടിക്കുന്നുണ്ട്. തേജസും വന്ദേ ഭാരത് എക്സ്പ്രസും ഒരു ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആയിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഓടിക്കുന്നത്. ഡെക്കൻ ക്വീൻ്റെ കോച്ചാണ്. അവസ്ഥ വളരെ പരിതാപകരമാണ്. സ്റ്റിക്കറൊക്കെ പറഞ്ഞു വെച്ചത്. വിസ്താഡോം കോച്ചുണ്ട്. ഇവിടെ 2 ലോക്കോസ് ഇറക്കുന്നുണ്ട്. വിശാഖപട്ടണത്തിന് 30710, തൊട്ടപ്പുറത്തെ വിജയവാഡയുടെ 41391. ഏതാണ് ഫൈനൽ ലോക്കോ എന്നറിയില്ല. മീൻവെൽ നമ്മളങ്ങനെ മഡ്ഗാവ് സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നു. ഇവിടുന്ന് മജോർദ വരെ ഡബിൾ ലൈനാണ്. മജോർദയിൽ നിന്ന് പിന്നെ അങ്ങോട്ട് സിംഗിൾ ലൈനാണ് നമ്മൾ വീരെത്തുന്നത് വരെ. രത്നഗിരി ദിവ എക്സ്പ്രസിൻ്റെ റേക്കാണത്. അത് ഷണ്ട് ചെയ്ത് മട്ടന്നൂരിലേക്ക് മെയിൻ്റനൻസിന് കൊണ്ടുവരുന്ന വഴിയാണ്. നമ്മൾ ജസ്റ്റ് മജോർദ സ്റ്റേഷനിലെത്തി. മജോർദ സ്റ്റേഷനിൽ വെച്ച് കൊങ്കൺ റെയിൽവേയും സൗത്ത് വെസ്റ്റേൺ റെയിൽവേയും തമ്മിൽ വഴി വരും. നമ്മൾ അതുകൊണ്ട് തന്നെ റൈറ്റ് സൈഡിലെ ലൈനിലോട്ട് കയറി. അതാണ് കൊങ്കൺ റെയിൽവേ ലൈന്. ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് പോകുന്ന ലൈൻ സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ലൈനാണ്. നീല ബോർഡ് കാണാം, സൗത്ത് വെസ്റ്റേൺ റെയിൽവേ ഹുബ്ബള്ളി ഡിവിഷൻ എന്നുള്ളത്. ആ ലൈൻ SWR കീഴിലാണ്. നമ്മൾ യാത്ര ചെയ്യുന്ന ലൈൻ KRന് കീഴിൽ തന്നെയാണ്. ഈ ലൈനിൽ KR തന്നെയാണ് അങ്ങ് റോഹ വരെ. ഈ കാണുന്ന ലൈന് വാസ്കോഡ ഗാമയിലേക്ക് പോകുന്ന ഈ സൗത്ത് വെസ്റ്റേൺ റെയിൽവേ ലൈന് പണ്ടൊരു സിംഗിൾ ലൈനായിരുന്നു. നമ്മളതിലൊരു യാത്ര ചെയ്തിട്ടുണ്ട്. അന്നത് സിംഗിൾ ലൈനായിരുന്നു. അന്ന് ഡബിളിംഗ് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും എൻ്റെ അറിവിൽ അങ്ങോട്ട് ഫുൾ ഇലക്ട്രിഫിക്കേഷൻ കമ്മീഷൻ ചെയ്തിട്ടില്ല. ഇപ്പോഴും ഡീസൽ ലോക്കോസ് തന്നെയാണ് അങ്ങോട്ട് പോകുന്നത്. നമ്മൾ മീൻവെൽ കൊങ്കൺ റെയിൽവേ ലൈനിലേക്ക് യാത്ര കയറി കഴിഞ്ഞു. കൊങ്കൺ റെയിൽവേ ലൈനിൽ കൂടെ നമ്മൾ യാത്ര തുടരുകയാണ്.
വേർനാട് സ്റ്റേഷനാണ്. തിരുനെൽവേലി ദാദർ എക്സ്പ്രസ് കാണുന്നത്. ഇപ്പോഴത്തെ മെമു സ്റ്റേഷനും കുറച്ച് മെയിൻ്റനൻസ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് ഇവിടെ. അതായിരുന്നു ഓൾഡ് ഗോവ ടണൽ. നമ്മുടെ യാത്രയിലെ ആദ്യത്തെ ടണൽ. നമുക്ക് ഇഷ്ടംപോലെ ടണൽ ക്രോസ് ചെയ്യാനുണ്ട്. നമ്മുടെ ഈ ജേണിയിലെ ഫസ്റ്റ് ടണലായിരുന്നു അത്. പുതിയ റോഡ് ബ്രിഡ്ജാണ് വരുന്നത്. സിംഗിൾ സ്പാൻ ബ്രിഡ്ജാണ് കേബിൾ സ്റ്റേഡ്. നല്ല അടിപൊളി ഡിസൈനാണത്. അടിപൊളി. അപ്പോൾ നമ്മളങ്ങനെ ഗോവയുടെ ഹൃദയഭാഗമായ പനാജിയുടെ അടുത്താണിപ്പോൾ. പനാജിയിലേക്ക് ട്രെയിൻ പോയില്ല. പനാജിക്ക് പകരം കർമാലിയാണ് സ്റ്റോപ്പ്. ഗോവയുടെ ഹൃദയഭാഗത്താണ് നമ്മളിപ്പോൾ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പായ കർമാലിയിലേക്ക് നമ്മൾ എത്തുകയാണ്. ഇവിടെ എന്തോ ഒരു ലേക്കുണ്ട് സൈഡിൽ. അവിടെ ഫോറസ്റ്റുകാരുടെ എന്തോ ഒരു ബോർഡും ഉണ്ട്. നാച്ചുറൽ ലേക്കാണെന്ന്. നമ്മൾ ജസ്റ്റ് കർമാളി സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുന്നു. ഇത് MT റോറോ റേക്കാണത്. സ്റ്റേബിൾ ചെയ്തിരിക്കുകയാണ്. ചെയിൻ ഇട്ടിട്ടുണ്ട്. നമ്മളങ്ങനെ കർമാളി സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. കർമാലി. നമ്മൾ നിൽക്കുന്ന സമയത്ത് ഒരു ജീൻ ആൻഡ് ഹോൾഡ് ഫ്രൈറ്റർ കടന്നുപോയി. ഞാൻ അപ്പുറത്തെ സൈഡിലാണ്, ശ്രദ്ധിച്ചില്ലായിരുന്നു. ഇതിനുവേണ്ടി നമ്മൾ കുറച്ച് നേരം നിൽക്കുന്നത്. അപ്പോൾ
ഫുഡ് കിങ് അഥവാ ഫുഡ് ക്വീനിൻ്റെ നമ്മൾ ടേസ്റ്റിംഗ് ട്രിപ്പ് നമ്മൾ ഇവിടെ തുടങ്ങുക. ചായ എന്നാണ് തുടക്കം. KR തന്നെ മാർക്കിംഗ് ഉള്ള കപ്പാണ്, അല്ലാണ്ട് IRCTC ഇന്ത്യൻ റെയിൽവേ അല്ല, KR തന്നെ എൻ്റെ മാർക്കിങ്. ഞാൻ ചായ മേടിച്ച് തിരിച്ച് എൻ്റെ സീറ്റിലോട്ട് വന്നാൽ ട്രെയിൻ പുറപ്പെട്ടു. നമ്മളിപ്പോൾ അങ്ങനെ തിവിം സ്റ്റേഷനോട് അടുത്തുകൊണ്ടിരിക്കുന്നു. കർമാലി കഴിഞ്ഞു തിവിം എത്തുന്നു. നമ്മൾ ജസ്റ്റ് നമ്മുടെ അടുത്ത സ്റ്റോപ്പായ തിവിമിലേക്ക് എത്തുകയാണ്. തിവി എന്നാണ് അതിന് ലോക്കലിൽ വിളിക്കുന്നത്. തിവിം എന്നാണ് സാധാരണഗതിയിൽ ആൾക്കാർ വിളിക്കുന്നത്. ഈ തിവി എന്ന് പറയുന്ന സ്റ്റേഷൻ നോർത്ത് ഗോവ എന്നുള്ള ആൾക്കാർക്ക് സൗകര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ട്രെയിനിന് നല്ലൊരു ശതമാനം ക്രൗഡ് അവിടെ നിന്നാണ് കയറാൻ പോകുന്നത്. നമ്മളങ്ങനെ തിവി സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നല്ലൊരു ശതമാനം ക്രൗഡ് കാണാനുണ്ട്. ഈ ട്രെയിനിൽ ഗോവയിൽ നിന്ന് ബോംബെക്ക് വന്ന് ആരും ഈ ട്രെയിൻ എടുക്കാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ പറയുക, ഗോവയിൽ നിന്ന് ബോംബെക്ക് വേണമെങ്കിൽ വേറെ ഫാസ്റ്റർ ഓപ്ഷൻസ് ഉണ്ട്. ജനശതാബ്ദി ആയാലും വന്ദേ ഭാരത് ആയാലും ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് കിടന്നു പോകാം. ഇത് സ്ലീപ്പറും AC 3 ടയറും AC 2 ടയറൊക്കെയാണ്. കിടക്കാം പകൽ കുറച്ച് നേരം. ഇത് ജനശതാബ്ദിയും ഇതൊക്കെ ആണെങ്കിൽ ഇരിക്കുക തന്നെ വേണം, വേറെ വഴിയൊന്നുമില്ല. നമ്മൾ നിർത്തിയത് ഓപ്പോസിറ്റ് മെയിൻ ലൈനിൽ പച്ച കത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു ക്രോസിങ്ങും കൂടി ഉണ്ട്. 2 in 1 ആണ്. അപ്പം നമ്മളങ്ങനെ തിവി സ്റ്റേഷനിൽ പുറപ്പെട്ടു. ഞാൻ മഡ്ഗാവിൽ കാണിച്ച പോലത്തെ തുണിക്കട ഇവിടെയുണ്ട്. മൈ ചോയ്സ് പേലെസ് ബൈ മോർ. ഞാനവിടെ പോയി നോക്കിയായിരുന്നു. അവിടെ എനിക്ക് തുണികൾ അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. ഏകദേശം നമ്മുടെ മാക്സിലൊക്കെ ഉള്ള പോലെ തോന്നുള്ളൂ. ഇവിടെ ഒരു എക്സിക്യൂട്ടീവ് ലോഞ്ച് ഉണ്ട്. ഡ്രസ്സിന് എനിക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല. ഞാൻ എന്തെങ്കിലും എടുക്കാമെന്ന് വെച്ച് പോയായിരുന്നു. പക്ഷേ എനിക്കൊന്നും അത്ര ഇതായിട്ട് തോന്നാനൊന്നും മേടിച്ചില്ല. അപ്പം നമ്മൾ ജസ്റ്റ് തിവിം സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു.
മഴയൊക്കെ നല്ലോണം ഒതുങ്ങി. ഞാനൊരു മൺസൂൺ കാല KR റൈഡ് കാണിക്കാൻ വേണ്ടിയാണ് സത്യം പറഞ്ഞത് പ്ലാൻ ചെയ്തത്. ഓണം കഴിഞ്ഞിട്ടല്ലേ ഇറങ്ങാൻ പറ്റുള്ളൂ. ഓണം കഴിഞ്ഞിട്ടാണ് എടുത്തത്. പക്ഷെ പച്ചപ്പുണ്ട്, പക്ഷെ മഴ നിന്നു. ഇവിടുത്തെ ലൂപ്പ് 15 kmph ലൂപ്പാണ്. എൻ്റെ കൂടെയുള്ള സീറ്റുകാരൻ കയറിയിട്ടില്ല ദിവ്യമ്മീന്ന്. TT ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോയപ്പോൾ മിക്കവാറും ഈ ഒരു സെഷനിലും കൂടി ആൾ കയറിയിട്ടില്ലാന്നുണ്ടെങ്കിൽ നീ സാങ്ഷൻ ആവുമായിരിക്കും അത്. നമ്മളിപ്പോൾ ജസ്റ്റ് പേട്ന സ്റ്റേഷനിലേക്ക് എത്തുന്നു. പെർനെം എന്ന് ഇംഗ്ലീഷിൽ എഴുതും. പേട്ന എന്നാണ് കൊങ്കണിയിൽ എഴുതിയിരിക്കുന്നത് അവിടെ. നമ്മളിവിടെ കുറച്ച് നേരം നിൽക്കാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ പേരിംഗ് ട്രെയിൻ എന്ന് പറയുന്നത് 10103 അല്ല 20111 മുംബൈ CSMT മഡ്ഗാവ് കൊങ്കൺ കന്യ എക്സ്പ്രസ് വരാനുണ്ട്. നമ്മൾ ചിലപ്പോൾ അത് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ഇവിടെ. കണ്ടിട്ട് ഒരുപാട് പേരൊന്നും കയറാനുള്ള പോലെ ഇല്ല. കണ്ടോ, ഇതാണ് കൊങ്കൺ റെയിൽവേയിലെ സ്റ്റേഷനുകളുടെ അവസ്ഥ. മൊത്തം കാട് കയറി, എന്താ പറയുക, മെയിൻ്റനൻസ് പറഞ്ഞ സംഭവമേ ഇല്ല. ഇവർ മെയിൻറ്റെയിൻ ചെയ്യുകയില്ല സ്റ്റേഷനിൽ. ഇവിടെ മെയിൻ്റനൻസ് ഭയങ്കര മോശമാണ്. കൊങ്കൺ റെയിൽവേ ഇന്ത്യൻ റെയിൽവേയുടെ മേർജ് ചെയ്യും എന്നിപ്പോൾ ഒരു വാർത്തയുണ്ട്. അതായത് ഇപ്പോഴത്തെ റെയിൽവേ സഹമന്ത്രി സോമണ്ണ കഴിഞ്ഞിടയ്ക്കൊരു പ്രസ് കോൺഫറൻസിൽ പുള്ളി പറഞ്ഞിട്ടുണ്ട് അധികം താമസിയാതെ മേജർ നടത്തും എന്നുള്ളത്. അതൊരു വളരെ നല്ല കാര്യമാണ്. കാരണം കൊങ്കൺ റെയിൽവേ ആസ് എ കോർപ്പറേഷൻ എഫിഷ്യൻ്റാണ്, എക്കണോമിക്കലാണ്. പക്ഷേ യാത്രക്കാർക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ പരിതാപകരമാണ്. കണ്ടില്ല, ഇവിടെ തന്നെ കണ്ടില്ല, ഇവിടെ ഒരു ഇത്രയും എന്താ പറയുക ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷനായിട്ടും കൂടി ഇവിടെ ഒന്നുമില്ല. ഫുള്ള് കാട് പിടിച്ച് കിടക്കുകയാണ് പ്ലാറ്റ്ഫോം. എന്താണോ ഇത്ര നേരത്തെ നിർത്തുന്നത്? നമ്മൾ 14ാമത്തെ കോച്ചാണ്, 18-നടുത്ത് എത്തിയിട്ടേ ഉള്ളൂ. നമ്മുടെ കോച്ച് ഇപ്പോഴും കാലിയാട്ടോ. അത് ഞാനും വേറൊരു യാത്രക്കാരനും മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. മറ്റേ യാത്രക്കാരനെ കുറച്ച് നേരത്തെ കയറിയത്. ഒരു മനുഷ്യനില്ല വണ്ടിക്കകത്ത്, ആകെ ഞങ്ങൾ രണ്ടുപേരും മാത്രം. പക്ഷേ വണ്ടി ഫുള്ളാവും. സാവന്ത്വാടിയിൽ നിന്ന് മറ്റാണ് ഇത് ഫുള്ളാവുന്നതെന്നാണ് ഞാൻ ജസ്റ്റ് TTയോട് ഒരു പറഞ്ഞത്. ഇപ്പോൾ 20111 കൊങ്കൺ കന്യ എക്സ്പ്രസ് കയറി വരുന്നുണ്ട്. ഇതൊരു നമ്പറിൽ മാത്രം സൂപ്പർ ഫാസ്റ്റ് ആയിട്ടുള്ള ട്രെയിനാണ് കേട്ടോ. മൺസൂൺ ഷെഡ്യൂളിൽ ഇത് സൂപ്പർ ഫാസ്റ്റ് ആവുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആവറേജ് സ്പീഡ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ട്രെയിനുകൾക്കൊക്കെ സെൻട്രൽ റെയിൽവേയുടെയാണ് ലോക്കോ ലിങ്ക്. അതുകൊണ്ട് തന്നെ കിട്ടുന്ന ഏതെങ്കിലും ലോക്കോ വിടുക എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോൾ വാപ്പ് 4 ആണ്. വാപ്പ് 4 വരുമ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ജനറേറ്റർ ഓപ്പറേറ്റ് ചെയ്യണം. ജനറേറ്റർ ഓടിക്കുമ്പോൾ അത്രയും ഡീസൽ വേസ്റ്റാണ്. WIP 4 22683 ആണ് ലോക്കോ. മിക്കവാറും ഭുസാവലിൻ്റെ ലോക്കോ ആയിരിക്കണം. മാർക്കിംഗ് ഒന്നും കാണാനില്ല. ഭുസാവൽ തന്നെ. നമ്മൾ പുറപ്പെടായി.
സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ നമ്മൾ നേരെ പെണ്ണെ ടണലിലേക്കാണ് കയറാൻ പോകുന്നത്. കുക്കിങ് കയറിയിട്ടുള്ള ആദ്യത്തെ ഐറ്റം മേടിച്ചിട്ടുണ്ട്, കട്ട്ലറ്റാണ്. മീൻമേൽ നമ്മൾ സാവന്തവാടി റോഡ് സ്റ്റേഷനിലേക്ക് എത്തുകയാണിപ്പോൾ. ഇതാണ് സംഭവം. 2 കട്ട്ലറ്റ് ഉണ്ട്, ബട്ടേർഡ് ബ്രെഡാണ്, ബട്ടർ തേച്ച ബ്രെഡാണ്, സോസ് ഉണ്ട്. അടിപൊളി. ഇത്ര വെറൈറ്റി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. മീൻമേൽ നമ്മൾ ജസ്റ്റ് സാവന്തവാടി റോഡ് സ്റ്റേഷനിലേക്ക് കയറണം. നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും. ട്രെയിൻ ഇവിടെ നിന്നാണ് അറിയാൻ പോകുന്നത്. ജസ്റ്റ് സാവന്തവാടി റോഡ് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്നു. സാവന്തവാടി റോഡ് എന്ന് പറയുന്നത് നമ്മുടെ മഹാരാഷ്ട്രയിലത്തെ ആദ്യത്തെ സ്റ്റോപ്പാണ്. നമ്മൾ ഗോവയിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്ക് കടന്നു. പേഡ്നെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഗോവ ടു മഹാരാഷ്ട്ര പാസ് ചെയ്തു. എൻ്റെ കോ പാസഞ്ചർ ഇവിടുന്ന് കയറി. ഇനിയിപ്പോൾ മിക്കവാറും റേസ് തന്നെ ഇല്ല. എന്തായാലും ഡേ യാത്ര നമുക്ക് ഇരുന്ന് തന്നെ പോകാം. സീനൊന്നുമില്ല, കാര്യം കൂടുതൽ നേരം ഞാൻ ഡോറിലായിരിക്കുമല്ലോ. അപ്പം അങ്ങനെ നമ്മൾ മെയിൻ ലൈനിലോട്ട് കയറി. ഈ ട്രെയിനിന് ഏകദേശം 20 കിലോമീറ്റർ 30 കിലോമീറ്റർ ഗ്യാപ്പിൽ സ്റ്റോപ്പാണ്, നിറച്ച് സ്റ്റോപ്പാണ്. നമ്മൾ ബോംബെ എത്തുന്നവരെ ചറബറ സ്റ്റോപ്പ് വേണ്ടി വേണമെങ്കിൽ. SMT മാംഗ്ലൂർ ജംഗ്ഷൻ മംഗളൂരു എക്സ്പ്രസ് അഥവാ റോക്കറ്റ് ആണ് കിടക്കുന്നത്. അപ്പോൾ അതേപോലെ ഇന്ന് ലേറ്റാണ്, 3 മണിക്കൂർ ലേറ്റാണ്. ഇതായിരുന്നു ഷാരപ്പ് എന്ന് പറഞ്ഞ സ്റ്റേഷൻ. ട്രെയിനുകളിൽ അങ്ങനെ കാണാത്തൊരു ഐറ്റം കണ്ടപ്പോൾ ഒരു കൗതുകത്തിന് മേടിച്ചെന്ന് ദഹി വടയാണത്, തൈര് വടയാണത്. പക്ഷേ ഇത് മധുരമുള്ളതെന്ന് ഞാൻ പറയുകയും ചെയ്തു. ഇതെങ്ങനെ നമുക്ക് തീർച്ചയായും കഴിച്ചു നോക്കാം. എന്തിനാണ് ഇങ്ങനെ അറ്റത്തെ ലൂപ്പിലോട് കയറ്റാൻ മനസ്സിലാവുന്നില്ല. നമ്മളങ്ങനെ ജസ്റ്റ് കുടാളിൽ നിന്ന് പുറപ്പെട്ടു. അതൊക്കെ നല്ല തിരക്ക് കാത്തുന്നുണ്ട്. ഇതൊക്കെ ഏത് ട്രെയിനുള്ള തിരക്കാണെന്ന് അറിയില്ല കേട്ടോ. നമ്മുടെ പുറകെ ഇനിയിപ്പോൾ ഒരു ഹാപ്പ വരാണ്ട്, അതിനോട് സ്റ്റോപ്പ് ഉണ്ടോയെന്നറിയില്ല, പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഇന്ന് ഈ ഫുഡിൽ ഈ ട്രെയിനിൽ ഇതുവരെ വന്ന 2 ഫുഡ് ഐറ്റംസ്, കട്ട്ലറ്റും അടിപൊളിയായിരുന്നു, ഇപ്പോൾ ഒന്ന് തൈര് വട അടിപൊളിയായിരുന്നു. തൈര് വട ഇവിടങ്ങളിലൊക്കെ തൈര് വട സ്വീറ്റാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ കുടാൾ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു. നമുക്കിനി ചറബറ സ്റ്റോപ്പുണ്ട്. നമുക്ക് ബോർഡറിനൊരു ക്രോസിംഗ് ഉണ്ട്. മിക്കവാറും അടുത്ത സ്റ്റേഷൻ നമ്മൾ ക്രോസ് ചെയ്യുമായിരിക്കും. നമ്മൾ കോസ്റ്റൽ മഹാരാഷ്ട്രയിലാണ്. അവിടെ ചെറുതായിട്ട് മഴയുടെ എഫക്റ്റുകൾ മാഞ്ഞു തുടങ്ങി. നമ്മൾ അടുത്ത മാസം ഒക്ടോബറിലൊക്കെ വന്നു കഴിഞ്ഞാൽ മിക്കവാറും ഈ പച്ചപ്പൊക്കെ പോയിട്ട് വീണ്ടും പഴയ പോലെ ബ്രൗൺ ആയി തുടങ്ങും. അതാണ് ഈ സ്വച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. മഴ പെയ്താൽ മാത്രമേ ഉള്ളൂ ഇവിടെ ഈ പച്ചപ്പം. മഴയില്ലാന്നുണ്ടെങ്കിൽ നല്ല ബ്രൗൺ കളറൊക്കെ കിടക്കുകയും.
സ്റ്റോപ്പായി സിന്ധുദുർഗിലേക്ക് എത്തുകയാണ് നമ്മൾ. ഒരു ബലാസ് സൈഡിങ് ആയിരുന്നു എന്ന് തോന്നുന്നു പറഞ്ഞിട്ട്. ജസ്റ്റ് ലൂപ്പിലേക്ക് കയറുന്നു. ഒരു ജെയിൻ ആൻഡ് ഹോൾഡ് ബോക്സൺ ഉണ്ടായിരുന്നു മെയിൻ ലൈനിൽ. നല്ല തിരക്ക് ഇവിടുന്ന് കയറാണ്ട്. इस गाड़ी से पधारे यात्रियों का यहाँ हम हार्दिक स्वागत करते हैं. May I have your attention please? ഓപ്പോസിറ്റ് ലൈനിൽ തുത്താരി എക്സ്പ്രസ് കയറി വരുന്നുണ്ട്. ഈ തുത്താരി എക്സ്പ്രസ് എനിക്ക് എന്തുകൊണ്ടാണെന്നറിയില്ല, ഞാൻ എപ്പോൾ തുത്താരി എക്സ്പ്രസ് ക്രോസ് ചെയ്യാൻ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഒരു ഫ്ലൈറ്റ് നിൽക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ട്രെയിനകത്തും അല്ല തുത്താരി എക്സ്പ്രസ് മറ്റേ സൈഡിലായിരിക്കും. എനിക്ക് ആ വണ്ടിയുടെ ക്രോസിങ് കിട്ടാറേ ഇല്ല, എന്താണെന്നറിയില്ല. ഇന്നും അത് അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. നമുക്ക് എന്തായാലും ഒരു മറ്റേ എക്സ്റ്റൻഷൻ റോഡ് വെച്ച് പൊക്കി പിടിച്ച് നോക്കാം നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്ന്. അപ്പോൾ നമ്മളങ്ങനെ സാവന്ത്വാടി സിന്ധുദുർഗ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു. എന്താ അല്ലേ, നല്ല പച്ചപ്പുണ്ട്. മഴ മാറി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് പിടിക്കാനും പറ്റും. കഴിഞ്ഞ ട്രിപ്പിലും മഴയായിരുന്നു, പച്ചപ്പായിരുന്നെങ്കിൽ ഭയങ്കര മഴയായിരുന്നു. പിന്നെ മഴ മാറി നിൽക്കാൻ എന്തായാലും നന്നായി. പിന്നെ ട്രാക്ക് സൈഡിൽ കരിഞ്ഞ പുല്ല് കണ്ടു തുടങ്ങിയത് മഴ മാറിയതിൻ്റെ ലക്ഷണമാണ്. ലൂപ്പിലേക്ക് നമ്മൾ കയറുകയാണ്. ഗാഡ് നദി നല്ല ഒഴുക്കുള്ള പോലെ ഉണ്ട് വെള്ളത്തിൻ്റെ, കലങ്ങിയ വെള്ളമാണ്. എനിക്കൊന്ന് മുകളിലോട്ടൊക്കെ ഇന്നലെ മഴ പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. മുകളിലോട്ട് ഞാൻ പറയാനുള്ള കാരണം കലങ്ങി വന്നുകൊണ്ട് എവിടെയെങ്കിലും മണ്ണിടിച്ചിൽ വല്ലതൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, ഈ കലക്കൽ.
നമ്മളങ്ങൾ ജസ്റ്റ് കൺകവലി സ്റ്റേഷനിലേക്ക് എത്തുന്നു. കല്യാണിൻ്റെ 39068 വാബ് 7 ആണ് കിടക്കുന്നത്. ഇത് LTT മഡ്ഗാവ് എക്സ്പ്രസ് ആണ്. ലോക്മാന്യ തിലക് ടെർമിനസ് മുംബൈ ടു മഡ്ഗാവ് എക്സ്പ്രസ് 11099. ഈ ട്രെയിൻ എനിക്ക് ആഴ്ച 4 ദിവസവും 5 ദിവസം കണ്ടാണ് ഓടുന്നത്. ഇത് ആക്ച്വലി പഴയ ഡബിൾ ഡെക്കർ എക്സ്പ്രസ് ആയിരുന്നു. പക്ഷേ ഡബിൾ ഡെക്കർ ഈ റൂട്ടിലൊരു സംപൂജ്യ പരാജയമായതുകൊണ്ട് പിന്നെ അവർ പയ്യെ അതിലോട്ട് സാധാരണ കോച്ചുകൾ കൊണ്ടുവന്നു. അങ്ങനെ ഇപ്പോൾ ഇത് ഒരു നോർമൽ ട്രെയിനായി. നോർമൽ ജസ്റ്റ് മഡ്ഗാവ് എക്സ്പ്രസിൻ്റെ പേരായിട്ട് ഫസ്റ്റ് AC, സെക്കൻഡ് AC, തേർഡ് AC ഒക്കെ ഒരു സാധാരണ ട്രെയിനായി മാറി. സ്ലീപ്പർ കോച്ചുകൾ, അൺറിസർവ്ഡ് എല്ലാം ഉണ്ട് ഇപ്പോൾ ഇതിന്. ഇവിടുന്ന് ഒരുപാട് പേര് കയറാനുണ്ട്. നല്ല തിരക്ക് കയറുന്നുണ്ട് ഇവിടുന്ന്. നമ്മുടെ കോച്ചിലോട്ട് തന്നെ എണ്ണോളം ആൾ കയറാനുണ്ട്. നമ്മുടെ കോച്ചിലോട്ടും കുറേ പേര് കയറാനുണ്ട്. നല്ല അടിപൊളി തിരക്കായി സ്റ്റേഷനിൽ. അപ്പം നമ്മളങ്ങനെ കൺകവലിയിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ ഈ സ്റ്റേഷൻ എൻട്രൻസ് താഴത്തെ നിലയിലാണെന്ന് തോന്നുന്നു. റീബിൽഡ് തോന്നുന്നു സ്റ്റേഷൻ. കാരണം നല്ല ഭംഗിയുടെ ബസ് സ്റ്റാൻഡും സുസ്വാഗതം നല്ല ബസ് സ്റ്റാൻഡൊക്കെ നല്ല മാർക്കിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് അവർ. റീസെൻ്റ്ലി റീബിൽഡ് ചെയ്താന്ന് തോന്നുന്നു സ്റ്റേഷൻ ബിൽഡിങ്. കൊങ്കൺ റെയിൽവേയുടെ മഹാരാഷ്ട്ര ഭാഗത്ത്, മഹാരാഷ്ട്ര സൈഡ് ഓഫ് കൊങ്കൺ റെയിൽവേ പിന്നെ അത്യാവശ്യം കുറച്ച് റീബിൽഡിങ്ങും റീഡെവലപ്മെൻറ്റൊക്കെ നടക്കുന്നുണ്ട്. കർണാടക സൈഡിൽ ശോകമാണ്. കണ്ടോ വലിയൊരു ആർച്ചൊക്കെ ഉണ്ട് അവിടെ. ഇതിലൊക്കെ പുല്ല് കിളുത്ത് കഴിഞ്ഞു JCBയിൽ. അനങ്ങിയിട്ട് കുറേ കാലമായി തോന്നുന്നു വന്നിട്ട്. നമ്മുടെ അടുത്ത സ്റ്റോപ്പായ വൈഭവവാടി റോഡിലേക്ക് എത്താണ്. വൈഭവവാടി റോഡ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. നല്ല തിരക്കാറുണ്ട് ഇവിടുന്ന് അങ്ങോട്ട്. ഇപ്പുറത്തെ സൈഡിലായിട്ടൊരു RME കിടക്കുന്നുണ്ട്, റെയിൽ മോണിറ്ററിംഗ് വെഹിക്കിൾ. ലൂപ്പ് ലൈനിൽ മെയിൻ ലൈൻ കാലിയാണ്. നമ്മൾ ചിലപ്പോൾ ഇവിടെ കുറച്ച് നേരം കിടക്കാൻ സാധ്യതയുണ്ട് വന്ദേ ഭാരതിനെ ക്രോസ് ചെയ്യാനായിട്ട്. ചിലപ്പോൾ, എനിക്ക് ഉറപ്പില്ല, അങ്ങനൊരു സംശയമുണ്ട്. പ്രതീക്ഷിച്ച പോലെ തന്നെ ഇത് മെയിൻ ലൈൻ പച്ചയായി. അപ്പോൾ നമുക്കിവിടെ വെച്ച് നമ്മൾ വന്ദേ ഭാരതിനെ ക്രോസ് ചെയ്യും. നമ്മളിവിടെ പോസ്റ്റാക്കിയ വന്ദേ ഭാരത് ഇതാ കയറി വരുന്ന കാണാം.
അപ്പോൾ അങ്ങനെ നമ്മൾ വൈഭവവാടി റോഡിൽ നിന്ന് പുറപ്പെട്ടു. ഈ കാണുന്ന സാധനത്തിനാണ് റെയിൽ മോണിറ്ററിംഗ് വെഹിക്കിൾ എന്ന് പറയുന്നത്. ബേസിക്കലി പൈലറ്റ് വെഹിക്കിൾ പോലെ ട്രെയിനിൻ്റെ മുന്നിൽ ഓടും മഴക്കാലത്ത്. പിന്നെ ട്രാക്ക് കംപ്ലീറ്റ് ആണെന്നും ട്രാക്ക് സേഫ് ആണെന്നും ഉറപ്പ് വരുത്തുന്ന ഒരു ഡീസൽ പവേർഡ് വെഹിക്കിളാണിത്. ഡീസലാണ് ഇത് ഓടുന്നത്. അതിൽ കുറച്ച് സ്റ്റാഫ് ഉണ്ടാവും. അവരാണ് ട്രാക്കൊക്കെ ഓക്കെയാണ് നോക്കുന്നത്. ജസ്റ്റ് കുഞ്ഞ വണ്ടി ജസ്റ്റ് ജീവൻ വെച്ചായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ വൈഭവവാടിയിൽ നിന്ന് ജസ്റ്റ് മെയിൻ ലൈനിലൂടെ തിരിച്ച് കയറുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ദൂരത്തേക്ക് നല്ല ഭംഗിയാണ്. നമ്മുടെ കോച്ചറ്റനോട് പറയുന്നുണ്ടായിരുന്നു. നമുക്കൊന്ന് കണ്ടു നോക്കാം എന്താണ് ആ ഭംഗി എന്നുള്ളത്. അതായത് ഞാനിപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഈ ഭാഗത്തൊക്കെ പകൽ വെളിച്ചത്തിൽ പാസ് ചെയ്യുന്നത്. എനിക്കൊന്ന് 2 വർഷമെങ്കിലും മിനിമം ആയിട്ടുണ്ട് ഞാൻ ഈ ഭാഗം പകൽ വെളിച്ചത്തിൽ പാസ് ചെയ്തിട്ട്. നല്ല കുറച്ച് മലകളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ചെറിയൊരു അരുവി, ചെക്ക് ഡാമാണിത്. നമ്മളങ്ങനെ രാജാപൂർ റോഡ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ എല്ലാ സ്റ്റേഷനിലും ആൾ കയറാനുണ്ടാവും. അടുത്ത ഐറ്റം ടൊമാറ്റോ സൂപ്പ് ബ്രെഡ് സ്റ്റിക്കാണ് ഇരിക്കുന്നത്. ടൊമാറ്റോ സൂപ്പും ബ്രെഡ് സ്റ്റിക്കും കൂടി മേടിച്ചിട്ടുണ്ട്. ഇതുവരെ വന്ന ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. നല്ല മണമുണ്ട്. എന്തായാലും നമുക്ക് കഴിച്ചു നോക്കാം. എൻ്റെ ലഞ്ച് വന്നിട്ടുണ്ട്. വെജ് ബിരിയാണിയാണ് മേടിച്ചത്.
കണ്ടിട്ട് വളരെ നല്ലുണ്ട്. കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് പറയാം. ഇതൊക്കെയാണ് അതിലുള്ളത്. റൈത്ത ഉണ്ട്, പിന്നെ ഫുഡുണ്ട്. അത്യാവശ്യം നന്നായിട്ട് കുറച്ച് മസാല കൂടുതലാണോ എന്ന് എനിക്കൊരു സംശയം. സൂപ്പറാണ് എന്തായാലും. ഈ ട്രെയിനിലെ കാറ്ററിംഗ് മറ്റൊരു ട്രെയിനും പോലെയല്ല. ഇത് വന്നു ഗുലാബ് ജാമുൻ, ഫ്രഷ് ഗുലാബ്, നല്ല ചൂടുണ്ട്, ചൂടായിട്ട് വന്ന ഗുലാബ് ജാമുനാണ്. നമ്മളിപ്പോൾ ജസ്റ്റ് അഡൗലി എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഷെഡ്യൂൾഡ് ഹോൾട്ട് തന്നെയാണ്, ക്രോസിംഗ് ഒന്നുമല്ല. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് വെച്ച് നമ്മൾ ജനശതാബ്ദി എക്സ്പ്രസിൻ്റെ ക്രോസിംഗ് മിസ് ചെയ്തു. ജനശതാബ്ദി എക്സ്പ്രസ് വെയിറ്റിംഗ് ആയിരുന്നു, നമ്മൾ റൺ ത്രൂ ആയിരുന്നു. നമ്മൾ പുറപ്പെടുക എന്നാണ് അനൗൺസ്മെൻറ്റ്. അപ്പോഴത്തെ സൈഡിലൊരു ഫ്രൈറ്റർ ഉണ്ടായിരുന്നു, അതിൻ്റെ ആയിരുന്നു ഹോണടി കേട്ടത്. അത് പുറപ്പെട്ടു പോയി. നമുക്കിതൊരു സ്റ്റാർട്ടർ ആയിട്ടില്ല. നമ്മൾ സ്റ്റാർട്ടർ എപ്പോഴും റെഡിലാണ്, ഡേഞ്ചർ ആസ്പെക്റ്റിലാണ്. നമുക്കിനി ഇത് കഴിഞ്ഞാൽ രത്നഗിരിയിലാണ് നമ്മുടെ സ്റ്റോപ്പ്. രത്നഗിരിയിൽ വെച്ച് നമുക്ക് ക്രൂ ചേഞ്ച് ഉണ്ട്. രത്നഗിരിയിൽ നിന്ന് അങ്ങോട്ട് ഇപ്പോൾ ഉള്ള പോലെ തന്നെ സ്റ്റോപ്പുകളുണ്ട് ഇഷ്ടം പോലെ. പക്ഷേ നമുക്ക് ഏകദേശം സ്റ്റോപ്പുകളുടെ എണ്ണം കുറയും തോന്നുന്നു രത്നഗിരി കഴിയുമ്പോൾ. രത്നഗിരി കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ട്രെച്ച് ഉണ്ട്. നമുക്കൊന്ന് നിന്ന് നോക്കാം. നമുക്ക് അതിനകത്ത് എന്തെങ്കിലും കാണാൻ പറ്റുന്നൊരു വാട്ടർഫോൾസ് ഒക്കെ ഉണ്ട്. വാട്ടർഫോൾ ഉണ്ടാവും ഇപ്പോൾ എനിക്കറിയില്ല, കാരണം മഴയൊക്കെ ഏകദേശം മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇതാണ് സ്റ്റേഷൻ ബിൽഡിങ്. പൊക്കത്തിലാണ് സ്റ്റേഷൻ ബിൽഡിങ്, പ്ലാറ്റ്ഫോം താഴെ. കേരളം ഓരോ സ്റ്റേഷനിലും ഓരോ വെറൈറ്റിയാണ്. ചിലത് സ്റ്റേഷൻ ബിൽഡിംഗ് താഴെയും പ്ലാറ്റ്ഫോം പൊക്കത്തിലായിരിക്കും. ഇതിങ്ങനെ തിരിച്ചു. ആഡവലി എന്നായിരുന്നു സ്റ്റേഷൻ്റെ പേര്. നല്ല ചൂടായിട്ടോ വെയിലിന്. ചെനാബ് വയഡക്റ്റ് വരുന്നവരെ ഇന്ത്യയിലെ ഏറ്റവും പൊക്കം കൂടിയ വയഡക്റ്റ് ആയിരുന്നത് പാൻവാൽ നദി എന്ന് പറയുന്നത്. ഈ താഴെ കാണുന്നതാണ് നദി. കഴിഞ്ഞ കുറച്ച് വീഡിയോസിലായിട്ട് ഇതിൻ്റെ മറ്റേ സൈഡാണ് കാണിച്ചിട്ടുള്ളത്. നമ്മൾ ശരിക്കും ലോകത്തിനൊക്കെ മുകളിൽ നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ് ഇപ്പോൾ. നമ്മൾ ജസ്റ്റ് രത്നഗിരിയിലോട്ട് എത്തുന്നു. ഓപ്പോസിറ്റ് ലൂപ്പ് ലൈനിലൂടെ ഏതോ ഒരു ട്രെയിൻ കയറി വരുന്നുണ്ട്. ഒരു WKM3 ഹോൾഡ് ട്രെയിനാണ് കയറി വരുന്നത്. പ്ലാറ്റ്ഫോം 2ലേക്കാണ് നമ്മൾ കയറിയിരിക്കുന്നത്. പ്ലാറ്റ്ഫോം അപ്പുറത്തെ സൈഡിലാണ്. ആ WKM3 ഹോൾഡ് ട്രെയിൻ ഏതാണെന്ന് നോക്കാൻ വേണ്ടി ഇപ്പുറത്ത് നിന്നു. അത് മിക്കവാറും 10105 ദിവാ സാവന്തവാടി എക്സ്പ്രസ് ആയിരിക്കണം. എന്തായാലും നമ്മൾ ജസ്റ്റ് രത്നഗിരി സെക്ഷനോട്ട് കയറുന്നു. സമയം ഇപ്പോൾ 2:15 കഴിഞ്ഞു. നമ്മൾ ഏകദേശം ഒരു 15 മിനിറ്റിനടുത്ത് ലേറ്റാണ് ഇപ്പോൾ. നമ്മുടെ ചാനൽ നമ്മൾ ഇതുവരെ WCM3 ഹോൾഡ് ട്രെയിനിൽ യാത്ര ചെയ്തിട്ടില്ല. WCM2 നമ്മൾ ചെയ്തിട്ടുണ്ട്, WCM3 ഇതുവരെ ചെയ്തിട്ടില്ല. അതിനൊരു ഭാഗ്യം നമ്മുടെ ട്രിപ്പിൽ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തായാലും WCM3 21885 കല്യാൺ ഷെഡിൻ്റെയാണ് ലോക്കോ.
നേരത്തെ വന്ന പോലെ തന്നെ 10105 ദീവ സാവന്ത്വാടി റോഡ് എക്സ്പ്രസ് ആണ്. നമ്മളങ്ങനെ രത്നഗിരിയിലെത്തി. ഈ ട്രെയിൻ തന്നെ അടിപൊളി ഫുഡ് കിട്ടുന്ന ട്രെയിനാണ്. ഇവിടെ കാര്യമായിട്ട് വടപ്പാവുകാരൊന്നുമില്ല. മറ്റല്ലെങ്കിൽ ഇവിടെ മൊത്തം വടപ്പാവുകാരുണ്ടാവേണ്ടതാണ്, ആരുമില്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞൊരു 15 മിനിറ്റിന് മേലെ ലേറ്റാണ്. കുറച്ചൊക്കെ റണ്ണിങ്ങിൽ മേക്കപ്പ് ചെയ്യുമായിരിക്കും. കാര്യം വണ്ടി ഓൺ ടൈം വലിയ ഡിലേ ഇല്ലെങ്കിൽ മാത്രം നമ്മൾ മുംബൈ CST വരെ പോകും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് മുമ്പ് ഇറങ്ങുന്നതായിരിക്കും. കാര്യം നമുക്ക് ഈ യാത്രയിൽ നമുക്ക് എവിടെയും സ്റ്റേ ഇല്ല. നമ്മളെല്ലാം കണ്ടിന്യൂസ് യാത്ര തന്നെയാണ്. നമ്മൾ പുറപ്പെടാറായി. നമ്മൾ സിഗ്നൽ മാറി. സിഗ്നൽ ഡബിൾ നമ്പർ ആയിട്ടുണ്ട്. നമ്മളങ്ങനെ ജസ്റ്റ് രത്നഗിരിയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നു. നമ്മൾ ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങുന്നു. പഴയ കോച്ചിങ് ഡിപ്പോണ് കാണുന്നത്. ഇവിടെ ഒരു വലിയ ഒരു ഗുഡ് സൈഡിങ് ഉണ്ട്. ഇവിടെ ഒരുപാട് ഗുഡ്സ് കയറ്റി വിടുന്ന സ്ഥലമാണിത്. രത്നഗിരി മാമ്പഴത്തിന് വളരെ ഫേമസ് ആണ്. ഇപ്പോൾ സീസണല്ല, സമ്മർ സീസണിലെ രത്നഗിരി മാമ്പഴത്തിന് വളരെ ഫേമസ് ആണ്. അതുകൂടാതെ വേറെ എന്തൊക്കെയോ കമ്മോഡിറ്റീസ് ഇവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതാണ് കോച്ച് മെയിൻ്റനൻസ് ഷെഡ്. ഇപ്പോൾ ഇവിടെ കോച്ചൊന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഇപ്പോൾ എല്ലാം മഡ്ഗാവിലാണ്. കണ്ടെയ്നർ മുഴുവൻ ഇരിക്കുന്നുണ്ടോ, കോച്ച് കെയർ സെൻറ്റർ രത്നഗിരിയിൽ നിന്ന്. എൻ്റെ അമ്മേ, ഇവിടുത്തെ പഴയ പിറ്റ് ലൈനാണ്. ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല, ഉപയോഗിച്ച് മുന്നുമായിട്ട് കിടക്കുകയാണ്. അങ്ങനെ നമ്മൾ കർബൂഡ ടണലിൽ നിന്ന് പുറത്തിറങ്ങി. ലോങ്ങസ്റ്റ് ടണലായിരുന്നു അത്. അവിടെ നമ്മൾ പുറത്തിറങ്ങി. ഒരു വയഡക്റ്റാണ്, താഴെ കൂടെ വെള്ളം പോകുന്ന കാണാം. ഈ റൂട്ട് അതിമനോഹരമാണ്, ഈ സ്ട്രെച്ച്. നമ്മൾ ഉടനെ അടുത്ത ടണലിലോട്ട് കയറി. ഇതാണ് റൺപത്ത് വാട്ടർഫാൾസ്. ഈ റൂട്ടിലൊന്നും ഇതൊക്കെ കറച്ചിട്ടുണ്ടെങ്കിൽ നഷ്ടമല്ലേ.
प्लेटफॉर्म ജസ്റ്റ് സംഗമേശ്വർ റോഡ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. आगे से स्वागत करते कृपया ध्यान दीजिए मडगांव से आने वाली मुंबई छत्रपति शिवाजी महाराज टर्मिनस को जाने वाली गाड़ी नंबर 10104 मडगांव मुंबई छत्रपति शिवाजी महाराज टर्मिनस मार्गी एक्सप्रेस प्लेटफॉर्म क्रमांक 1 पर आ चुकी है। इस गाड़ी से पधारे यात्रियों का यहाँ हम हार्दिक स्वागत करते हैं। ഒരു പുത്തൻ സ്റ്റേഷൻ ബിൽഡിംഗ് ഒക്കെ വരുന്നുണ്ട് ഇവിടെ. നന്നായിട്ട് മൂടി കെട്ടി വരുന്നുണ്ട്. മഴ പെയ്യുമായിരിക്കും തോന്നുന്നു കേട്ടോ ഈ പോക്കൊണ്ടിട്ട്. അപ്പം നമ്മളങ്ങനെ സംഗമേശ്വർ റോഡ് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുകയായി. നല്ല അടിപൊളിയായിട്ടൊരു സ്റ്റേഷൻ ബിൽഡിംഗ് വരുന്നുണ്ട് ഇവിടെ. അതായത് വളരെ KRL പൊതുവെ ഞാൻ കണ്ടിട്ടുള്ളൊരു ഡിസൈൻ എന്ന് പറയുന്നത് മുകളിൽ വശം അവരെപ്പോഴും ഷീറ്റാണ് ഇടുക. മുകളിലോട്ടുള്ളത് എപ്പോഴും മെറ്റൽ ഫാബ്രിക്കേഷൻ സ്ട്രക്ചറും ഷീറ്റുമാണ്. താഴോട്ട് മാത്രമാണ് അവർ മോട്ടോർ വർക്ക് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെ തന്നെയാണ്. ആ കാണുന്ന പില്ലർ പോലത്തെ സാധനമൊക്കെ ഫേക്ക് ആയിരിക്കണം. ബിക്കോസ് അകത്തോട്ട് ഫുള്ള് മെറ്റൽ ഫ്രെയിം വർക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ സംഗമേശ്വർ റോഡിൽ നിന്ന് പുറപ്പെട്ടു. ഇവിടെയൊക്കെ വർക്ക് നടക്കുകയാണ്. ഇവിടെയൊക്കെ എന്തൊക്കെയോ വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഒരു ലാൻഡ് ലെവലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. മേ ബി പാർക്കിംഗ് സ്പോട്ട് അവർ ഉണ്ടാക്കുമായിരിക്കും. കുറേ പണി നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ഇന്നത്തെ ഈ വീഡിയോ തന്നെ നേരത്തെ പറഞ്ഞായിരുന്നു, ഇത് മഹാരാഷ്ട്ര സൈഡിൽ, കൊങ്കൺ റെയിൽവേയുടെ മഹാരാഷ്ട്ര സൈഡിൽ പിന്നെയും കുറേയൊക്കെ ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട്. മറ്റേ കർണാടക സൈഡിൽ ഒട്ടുമില്ല. കർണാടക സൈഡ് ശോകമാണ്. അരൗലി റോഡ് എന്ന് പറഞ്ഞ സ്റ്റേഷൻ്റെ ലൂപ്പിലേക്കാണ് നമ്മൾ കയറിയിരിക്കുന്നത്. എന്താണോ സെറ്റപ്പ് അത്? അതൊരു ലോറിയോ എന്തോ ഒരു സാധനമാണ്. അതിന് ഹെഡ് ലാമ്പും ഒക്കെ ഉണ്ട്. പക്ഷെ അത് വീലുണ്ടോയെന്ന് തോന്നുന്നില്ല. അതിന് ജനറേറ്റർ പോലെ ഉണ്ട് അത് കണ്ടിട്ട്. പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ബാൻഡ്ര ടെർമിനസ് മഡ്ഗാവ് എക്സ്പ്രസ് ആയിരുന്നത്. മഴ തുടങ്ങി. മഴ തുടങ്ങി. ഞാനിന്ന് പറഞ്ഞുള്ളൂ നല്ല കാലാവസ്ഥയാണ്. മഴ മാറി നിൽക്കുന്നുണ്ടോ പിടിക്കാൻ സൗകര്യമുണ്ടെന്ന്. അത് കേട്ട് മഴ തുടങ്ങാൻ ശക്തിക്കുള്ള മഴയില്ലെന്ന് തോന്നുന്നു.
പോലെ തന്നെ പോയി. ഭാഗ്യം. മൂടി നിൽക്കുന്നത് നല്ലതാണ്, മഴ പെയ്യരുത്. ഒരു 20 kmph സ്പീഡ് റെസ്ട്രിക്ഷൻ കൂടെ പോകണം. ഇതൊക്കെ മലയിൽ നല്ല ഇതുണ്ട്, നനവുണ്ട്, വെള്ളമുണ്ട്. ഇത് കണ്ടോ മൗണ്ട്, വളരെ യൂണീക്കായിട്ടുള്ള. അത് ഡ്രെയിനേജ് ബ്ലോക്ക് ആവാൻ വേണ്ടി OHE പൂളിനെ ഒരു സൈഡിൽ പാറയിലേക്കാണ് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. സർവീസ് വൈസ് അതായത് നമ്മുടെ പേരൻറ് ട്രെയിന് 10103 മുംബൈ TSMT മഡ്ഗാവ് മാണ്ഡവി എക്സ്പ്രസ് ആയിരുന്നു അത്. നമ്മൾ ജസ്റ്റ് ചിപ്പിളൂണിലേക്ക് എടുക്കുന്നു. കുറച്ച് നേരത്തെ പാൻട്രി കയറിയിൽ നിന്ന് സ്നാക്സിൻ്റെ ഒരു വെറൈറ്റി വരാൻ തുടങ്ങി. എൻ്റെ അമ്മയെ ഈ ട്രെയിനിൻ്റെ യാത്രയും വയറൊന്നും പോരാട്ടോ. ഒരു 2-3 ആളെങ്കിലും ചേർന്ന് നമ്മൾ വരണം. ഞാൻ ശരിക്കും ഈ ഒരു ട്രിപ്പല്ല, ഈ പർട്ടിക്കുലർ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഫാമിലിയായിട്ട് യാത്ര ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും ഫാമിലിയിൽ വേറെ പല കമ്പൽഷൻസ് കൊണ്ടും നമുക്കങ്ങനെ ഫാമിലിയായിട്ട് ഇപ്രാവശ്യം വരാൻ പറ്റിയില്ല. ഇതിൻ്റെ പാൻട്രിയിലെ ഫുഡെല്ലാം ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഫാമിലിയായിട്ട് വരണം. അത് അപ്പോഴാണ് നമുക്ക് 3-4 പേരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ഐറ്റം മേടിച്ച് നമുക്ക് കുറച്ച് ട്രൈ ചെയ്യാം. പ്ലാറ്റ്ഫോം റൈറ്റ് സൈഡിലാണ്. CNW ഡിപ്പോ ചിപ്ലൂൺ. അതിനകത്ത് കിടക്കുന്നത് ഒരു മറ്റേ റെയിൽ മോണിറ്ററിങ് വെഹിക്കിളും ഒരു ട്രാക്ക് ടവർ കാറുമാണ്. നമ്മളങ്ങനെ ചിപ്ലൂണിലെത്തിയിട്ടുണ്ട്. ഇവിടുന്നും അത്യാവശ്യം തിരക്ക് കയറുന്നുണ്ട്. നമ്മുടെ കോച്ചിലൂടെ വലുതായിട്ടൊന്നും ആൾ കയറുന്നില്ല, എന്നാലും ട്രെയിനിലൂടെ നല്ലോണം തിരക്ക് കയറുന്നുണ്ട്. നമ്മൾ കറക്റ്റ് സ്റ്റേഷൻ ബിൽഡിങ്ങിന് ഉള്ളിൽ തന്നെയാണ്. ഇതാണ് സ്റ്റേഷൻ ബിൽഡിംഗ്, ഇതാണ് എൻട്രൻസ്. നമ്മൾ കറക്റ്റ് എൻട്രൻസിന് അടുത്ത് തന്നെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മെയിൻ ലൈൻ സിഗ്നൽ പച്ചയാണ്. അപ്പോൾ ഏതോ ഒരു ട്രെയിൻ നമ്മളിവിടെ ക്രോസ് ചെയ്യുന്നുണ്ട്. വൽസാറിന് 39066 പോർബന്ദർ കൊച്ചുവേളി എക്സ്പ്രസ് ആണ്. നമ്മൾ ചിപ്ലൂണിൽ നിന്ന് എടുക്കായി ഓണടി കേട്ടു. ഇവിടെ ഉണ്ട് ഒരു എക്സിക്യൂട്ടീവ് ലോഞ്ച്.
എല്ലാ സ്ഥലത്തും എക്സിക്യൂട്ടീവ് ലൗഞ്ചിന് പുറത്തുനിന്നുള്ള അപ്പിയറൻസ് ഏകദേശം സെയിം ആണ്. ഒരു മെറൂൺ കളറിൽ ഗോൾഡൻ കളർ ലൈൻ കൊടുത്തിട്ട് അങ്ങനെ ഒരു അപ്പിയറൻസ് ആണ്. അതിനകത്ത് അവർ മറ്റേ ഇൻഡിവിജ്വൽ സോഫാസും ഷെയർഡ് സോഫാസും അങ്ങനെ 2 തരമുണ്ട്. റേറ്റ് വ്യത്യാസമുണ്ട് 2 തരം. ഇതേ ഡിസൈനാണ് ഉടുപ്പിയിലും ചെയ്തിരിക്കുന്നത്. എനിക്ക് പൊങ്ങോണ്ടയിലും മൊത്തം ഒരേ ഡിസൈൻ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. നമ്മളങ്ങനെ ചിപ്ലൂണിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ ഇവിടെ ഒരു വലിയ ഷെൽട്ടേർഡ് ഇതൊക്കെ ഉണ്ട് കേട്ടോ എൻട്രൻസിൽ. അപ്പോൾ അങ്ങനെ ചിപ്ലൂൺ കഴിഞ്ഞു. ഇനി ഖേഡ് മാൻഗാവ് അത് തന്നെ പൻവേലാണ് നമ്മുടെ സ്റ്റോപ്പ്. അപ്പോൾ കേരളം നമുക്ക് 2 സ്റ്റോപ്പ് കൊണ്ട് തന്നെയുള്ളത്. വണ്ടി ഏകദേശം 1.5 മണിക്കൂർ ലേറ്റാണ്. സാബുദാന വടയാണ്, അതായത് നമ്മുടെ ചൗരി കൊണ്ട് ഉണ്ടാക്കുന്ന വടയാണിത്. നമ്മുടെ അടുത്ത സ്റ്റോപ്പായ ഖേഡിലേക്ക് എത്തണം. ജസ്റ്റ് ഖേഡ് സ്റ്റേഷനോട് കയറുന്നു. ഇവിടെ നേത്രാവതി നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട്. തങ്കം, റോയപുരത്തിൻ്റെ തങ്കമാണ് ലോക്കോ 40479. 16345 ലോക്മാന്യ തിലക് ടെർമിനസ് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് ആണ്. ഈ ട്രെയിനിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന് മുമ്പ്. ഒരിക്കൽ കൂടെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. നമുക്ക് നോക്കാം. ഭയങ്കര ബഹളം. നമ്മളിപ്പോൾ ഉടനെ പുറപ്പെടുന്നതാണ് അനൗൺസ്മെന്റ്. ഇതാണ് ഖേഡ് സ്റ്റേഷൻ. നമ്മുടെ സ്റ്റാർട്ടറായി. നമ്മളങ്ങനെ ഖേഡിന്ന് പുറപ്പെട്ടു. ഇവിടെ സ്റ്റേഷൻ വലുതാക്കുകയാണ്, ഖേഡ് സ്റ്റേഷനും. എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഹാരാഷ്ട്രയിലെ എല്ലാ സ്റ്റേഷനും റീകൺസ്ട്രക്ട് ചെയ്യണം. എല്ലാ സ്റ്റേഷനും റീഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട്. അതായത് ബേസിക്കലി രത്നഗിരി ഡിവിഷൻ്റെ കീഴിൽ വരുന്ന എല്ലാ സ്റ്റേഷനും റീഡെവലപ്പ് ചെയ്യുന്നുണ്ട്. വേറെ മറ്റേ സൈഡിൽ കാർവാർ ഡിവിഷൻ്റെ ഒന്നും റീഡെവലപ്പ് ചെയ്യുന്നില്ല. എല്ലാം ശോകം അവസ്ഥയാണ്. ഒരു ഭീമൻ ക്രെയിൻ കണ്ടോ അവിടെ ഹൈവേയുടെ പണി നടക്കുന്നുണ്ട്. അതിൻ്റെയാണെന്ന് തോന്നുന്നു. വലിയ ഗാർഡർ ലിഫ്റ്റ് ചെയ്യാനാണ് നിൽക്കുന്നത്.
മണിക്കൂറിന് മേലെ വൈകി ഓടുന്ന മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് ആണത്. ദോശയും ചമ്മന്തിയും വന്നിട്ടുണ്ട് നമ്മുടെ ട്രെയിനിൽ. അതൊരെണ്ണം മേടിച്ചിട്ടുണ്ട്. 2 ദോശയും ചമ്മന്തിയും കൂടെ 50 രൂപ. അത് കഴിച്ചു പോയിട്ട് എങ്ങനെ ഇടുന്നത് തീർച്ചയായിട്ടും കമൻറ്റ് ഇടുന്നതായിരിക്കും. നമ്മൾ ജസ്റ്റ് എൻഡ് ഓഫ് സിംഗിൾ ലൈൻ ടെറിട്ടറിയിലേക്ക് എത്തുകയാണ്. നമ്മൾ വീരെത്താറായി. അല്പം മുമ്പ് നമ്മൾ നമ്മുടെ ലാസ്റ്റ് ടണലിൽ പാസ് ചെയ്തായിരുന്നു. ഞാൻ ക്യാപ്ചർ ചെയ്തില്ല. ഇനി തൊട്ട് മുമ്പിലത്തെ KR വീഡിയോയിൽ ഞാനത് ക്യാപ്ചർ ചെയ്തിരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് ഡബിൾ ലൈനാണ്. നമ്മൾ പുതിയ മെയിൻ ലൈനിലേക്ക് ജസ്റ്റ് ജോയിൻ ചെയ്യുന്നു. റേക്ക് എൻറ്റയർലി മെയിൻ ലൈനിൽ കയറി. സിഗ്നൽ ഓൾറെഡി പച്ചയാണ്. നമുക്കിനി ജസ്റ്റ് ഹോൺ അടിച്ചങ്ങ് വിട്ടാൽ മതി. കൊങ്കൺ റെയിൽവേയിലെ ലാസ്റ്റ് സ്റ്റോപ്പായ മാൻഗാവിലേക്ക് എത്തുകയാണ്. ഇതോടുകൂടി നമ്മൾ ഇതോടുകൂടി കൊങ്കൺ CRലേക്ക് കയറുകയല്ല, പക്ഷേ ഇത് KRലെ ലാസ്റ്റ് സ്റ്റോപ്പാണ്. ഇത് കഴിഞ്ഞ് കഷ്ടിച്ചൊരു 20-25 കിലോമീറ്ററും കൂടി 30 കിലോമീറ്റർ, കൃത്യം 30 കിലോമീറ്ററും കൂടി ഉണ്ട് ഇനി CRലേക്ക് കയറാൻ. വളരെ നല്ല അടിപൊളി തിരക്ക് കയറുന്നുണ്ട് ട്രെയിനിലോട്ട്. അപ്പം നമ്മൾ മാൻഗാവിന് പുറപ്പെടുകയായി. നമ്മൾ ഏകദേശം ഒരു 50 മിനിറ്റിനടുത്ത് ലേറ്റാണിപ്പോൾ. ചെപ്പിളിന് വേണ്ടി നമുക്ക് വീണ്ടും സമയം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നമുക്കിനി അങ്ങോട്ട് ഇതുണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം
എന്താ പറയുക ബഫർ ഉണ്ടെന്ന് തോന്നുന്നു നല്ലോണം. പിന്നെ അതുപോലെ നമ്മുടെ ഫ്രണ്ടിലുണ്ടായിരുന്ന പാസഞ്ചർ നമ്മൾ തൊട്ട് മുമ്പത്തെ സ്റ്റേഷനിൽ വെച്ച് നമ്മൾ ഓവർടേക്കും ചെയ്തായിരുന്നു. തൊട്ട് മുമ്പിലത്തെ സ്റ്റേഷനെ ഗോരേഗാവ് റോഡിൽ വെച്ച് നമുക്ക് മുന്നേ പോയിക്കൊണ്ടിരുന്ന സാവന്ത്വാടി ദിവ പാസഞ്ചർ എക്സ്പ്രസ്സിനെ നമ്മൾ ഓവർടേക്ക് ചെയ്തു 10105. എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് ഞാൻ ബേസിക്കലി ചുമ്മാ ഒന്ന് വേറെ ട്രെയിനിൽ ആ ട്രെയിൻ എവിടെ നോക്കുമ്പോൾ കറക്റ്റ് വണ്ടി ആ സ്റ്റേഷനിൽ നിൽക്കുക നമ്മളെ സ്റ്റേഷനോട് കയറുകയും ചെയ്തു. പിന്നെ ഡോറിലോട്ട് വരാൻ നിന്ന് കഴിഞ്ഞാൽ ഫുള്ള് മിസ്സാവും. ഞാൻ വിൻഡോ തന്നെ കിട്ടും. ഇനിയിപ്പോൾ ഇവിടെ മത്സ്യഗന്ധ എക്സ്പ്രസ് വരാനുണ്ട്. പിന്നെ പുറകെ മറ്റേ പാസഞ്ചറും വരുന്നുണ്ട്. പാസഞ്ചറല്ലേ, ഇവിടെ അത് എക്സ്പ്രസ് ആണ്. മംഗലാപുരത്തേക്കുള്ള മത്സ്യഗന്ധ എക്സ്പ്രസ് ആയിരുന്നു. നമ്മളങ്ങനെ റോഹയിലേക്ക് അടുക്കുന്നു. എനിക്കൊന്ന് അടുത്ത കാലത്ത് നമ്മളിത് ആദ്യമായിട്ടാണ് റോഹ വഴി നോൺ സ്റ്റോപ്പ് പോകുന്നത്. ഒരു ട്വിൻ G9 ഹോൾഡ് ഫ്രൈറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ റോഹ കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി സ്റ്റോപ്പിന് പൻവേലിലാണ്. 7:10 മറ്റായിരുന്നു പൻവേലിലെ ടൈം. ആ സമയത്ത് എന്തായാലും എത്തില്ല.
കൊച്ചുവേളിയിലേക്കുള്ള ഗരീബ്രത്ത് എക്സ്പ്രസ് ആയിരുന്നു. ഈ ട്രെയിൻ ഇവിടെ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഷൊർണൂർ വെച്ച് കാണിച്ചായിരുന്നു. വന്നതൊരു വാപ്പ് 7 ആയിട്ടായിരുന്നു. തിരിച്ചു പോകുന്ന ലോക്ക് ചെയ്താൽ ജസ്റ്റ് കാണാൻ വേണ്ടി നിന്നൊരു വാപ്പ് 4 ആയിരുന്നു. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ പകൽ വിഷ്വൽസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് പൻവേലെത്തിയിട്ട് കാണാം. നമ്മൾ പൻവേലിലെത്തി. നമ്മൾ ഏകദേശം ആപ്റ്റ സ്റ്റേഷൻ വരെയൊക്കെ നല്ല സ്പീഡിൽ വന്നു. ആപ്റ്റ കഴിഞ്ഞ് പിന്നെ പിടിച്ചിട്ടു. ആപ്റ്റ രസായനി സോമട്ടനയിലൊക്കെ പിടിച്ചിട്ട് വണ്ടി ഇപ്പോൾ ലേറ്റായി. ആ സമയം 7:46 ഇവിടെ 7:10 36 മിനിറ്റ് ലേറ്റാണ് നമ്മൾ. അപ്പം അങ്ങനെ പൻവേൽ നമ്മൾ പുറപ്പെട്ടു. പൻവേലിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നു. അടുത്ത സ്റ്റോപ്പ് താനയിൽ, അത് കഴിഞ്ഞ് ദാദർ, പിന്നെ CSMT. മിക്കവാറും ഞാൻ ദാദറിൽ ഇറങ്ങും. കാരണം ഇന്ന് വർക്കിംഗ് ഡേ കൊണ്ട് CSMT തിരിച്ച് ദാദറിലേക്ക് വരാൻ നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് മിക്കവാറും ഞാൻ ദാദറിൽ തന്നെ ഇറങ്ങും. കാര്യം ദാദറിനാണ് എൻ്റെ അടുത്ത ട്രെയിൻ. ദിവ കഴിഞ്ഞു. നമ്മൾ ടുവേർഡ്സ് പാർസിക്കാണിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ജസ്റ്റ് ധാനയിലേക്ക് എത്തുന്നു. ഇതൊക്കെ എനിക്കൊന്ന് ഈ ട്രെയിൻ തിരിച്ചു പോകുമ്പോൾ സീറ്റ് പിടിക്കാൻ വേണ്ടി ഇവിടുന്ന് കയറുന്നതാണ് തോന്നുന്നു ആൾക്കാർ. ഈ ട്രെയിൻ CST എത്തിക്കഴിഞ്ഞാൽ പിന്നെ കൊങ്കൺ കന്യായിട്ട് തിരിച്ച് മഡ്ഗാവിലേക്ക് പോകും. സമയം 8:34. നമ്മൾ അത്യാവശ്യം മേക്കപ്പ് ചെയ്തിട്ടുണ്ട് ഇടയിൽ. അപ്പം നമ്മളങ്ങനെ താനെ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 8 എത്തിയിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് കിടക്കുന്ന പ്ലാറ്റ്ഫോം നമ്പർ 7 ആണ് ഈ ചാനലിൻ്റെ ഒരു എന്താ പറയുന്നത് മെയിനായിട്ട് ചാനലിൻ്റെ പേരിന് കാരണം. കാര്യം ഈ പ്ലാറ്റ്ഫോം 7 ആണ് എൻ്റെ ഇൻസ്പിറേഷൻ. ഇത് കഴിഞ്ഞിട്ടേ കുർളയിലെ പ്ലാറ്റ്ഫോം 7 വരുള്ളൂ. നമ്മളങ്ങനെ ധാനയിൽ എത്തിയിരിക്കുന്ന സമയം 8:35. കുറച്ച് നേരത്തെ നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോയ അതേ ട്രെയിനാണ് വീണ്ടും. കുറച്ച് നേരത്തെ പാസിക് ടണലിന് മുമ്പ് വെച്ച് നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോയായിരുന്നു. അതേ ട്രെയിനാണിത്. വാപ്പ് 7 37329 പൂനെ മുംബൈ പൂനെ ഇൻ്റർസിറ്റി എക്സ്പ്രസ് ആയിരുന്നത്. അതിനോട് സ്റ്റോപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമ്മളെത്തും. ഇൻ്റർസിറ്റിയാണ് തോന്നുന്നു ആദ്യം പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുള്ളൂ തോന്നുന്നു. കാരണം 2 മുംബൈ CSMT-യിലോട്ടുള്ള വണ്ടികളാണ്. അല്ല, 2 വണ്ടികൾ ഒരുമിച്ച് തന്നെ പുറപ്പെടുകയാണ്. 2 മുംബൈ CSMT വണ്ടികളാണ്. അതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് മുന്നോട്ട് പോയിട്ട് നമ്മൾ ആ ട്രാക്കിലോട്ട് കയറണം. അവൻ ചിലപ്പോൾ അല്പം മുന്നിൽ നമുക്ക് പോകുമായിരിക്കും. അപ്പോൾ നമ്മളങ്ങനെ ധാനയിലെ പ്ലാറ്റ്ഫോം നമ്പർ 8 നിന്നും യാത്ര പുറപ്പെടുകയാണ്. സമയം ഇപ്പോൾ 8:38. ഈ പൂനെ മുംബൈ ഇൻ്റർസിറ്റി എന്ന് പറയുന്നത് പണ്ടൊരു ശതാബ്ദി എക്സ്പ്രസ് ആയിരുന്നു. പണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ ഒരു 20 വർഷമെങ്കിലും മുമ്പ്.
20 വർഷത്തിൽ കൂടുതൽ മുമ്പ് അതൊരു ശതാബ്ദി എക്സ്പ്രസ് ആയിരുന്നു. പിന്നെ ശതാബ്ദി എക്സ്പ്രസ്സിൻ്റെ റവന്യൂ വളരെ മോശമായിട്ടാണ് ട്രെയിനെ ഇൻ്റർസിറ്റി എക്സ്പ്രസ് ആക്കി മാറ്റിയത്. ഇപ്പോൾ അത് ഇൻ്റർസിറ്റി എക്സ്പ്രസ് ആയിട്ട് അത്യാവശ്യം സക്സസ്ഫുൾ ആയിട്ട് ഓടുന്നുണ്ട്. തൊട്ടപ്പുറത്തായിട്ട് പ്ലാറ്റ്ഫോം നമ്പർ 5 ഒരു CR മാർക്കിങ്ങുള്ള ട്രെയിൻ വന്നിട്ടുണ്ട്. ഏതാണെന്ന് മനസ്സിലാവുന്നില്ല. ഏതോ ഒരു സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. പണ്ട് ഈ പ്രദേശത്ത് പ്ലാറ്റ്ഫോമിൻ്റെ ഈ അറ്റം ഉണ്ടല്ലോ, ഈ അറ്റത്ത് വന്നിരുന്ന് ട്രെയിൻ സ്പോട്ടിങ് അതിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഹോബി. കാര്യം ഇവിടെ എത്തുമ്പോഴേക്ക് ബാക്കി പ്ലാറ്റ്ഫോംസ് എല്ലാം തീരും. അപ്പോൾ പോലീസുകാരുടെയോ ആരുടെയും ശല്യം ഉണ്ടാവില്ല. നമുക്ക് ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ബെഞ്ചിൽ, അന്നിവിടെ ബെഞ്ചുകളുണ്ടായിരുന്നു, ബെഞ്ചുകളിൽ എവിടെയെങ്കിലും വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് വരുന്നതും പോകുന്നതായിട്ട് എല്ലാ ട്രെയിനും കാണാൻ പറ്റുമായിരുന്നു. അങ്ങനെയാണ് പ്ലാറ്റ്ഫോം നമ്പർ 7 ഉണ്ടായത്. അപ്പോൾ നമ്മളങ്ങനെ ഥാനേന്ന് വിട്ടു. അടുത്ത സ്റ്റോപ്പിന് നമ്മൾ ഇറങ്ങുന്നത് ദാദറാണ്. നമ്മുടെ തൊട്ടടുത്ത ലൈനിൽ കൂടെ ഏതൊരു ട്രെയിൻ വരുന്നുണ്ട്. എനിക്ക് ഇവൻ കടന്നു പോകാൻ വേണ്ടിയിരിക്കും നമ്മൾ നിർത്തിയത്. ഇത് കഴിഞ്ഞുകൊണ്ട് നമുക്കിനി ക്രോസിംഗ് തന്ന് നേരെ അപ്പുറത്ത് ഫാസ്റ്റ് ലൈനിലേക്ക് കയറാനായിരിക്കും പരിപാടി. ഏതാ ട്രെയിനൊന്നും കണ്ടുപിടിക്കാൻ വയ്യ. ഒരു വാപ്പ് 7 ആണെന്ന് മാത്രം. 37678 വാപ്പ് 7 ജ്ഞാനേശ്വരി എക്സ്പ്രസ് ആണ്. ഇവിടുന്ന് ഹൗറയിലേക്ക്, ഹൗറയാണോ ഷാലിമാറാണോ എന്നറിയില്ല, ഹൗറയാണെന്ന് തോന്നുന്നു. ഹൗറയിലേക്ക് പോകുന്ന ജ്ഞാനേശ്വരി എക്സ്പ്രസ് ആണ്. നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ ജ്ഞാനേശ്വരി എന്ന് പറയും, അല്ലെങ്കിൽ ജ്ഞാനേശ്വരി എന്നാണ് പറയുന്നത്. ഇതൊരു കാലത്ത് AC കോച്ച് മാത്രമുള്ള ട്രെയിനായിരുന്നു. അപ്പം നമ്മൾ അനങ്ങി തുടങ്ങി. അപ്പോൾ നമ്മളങ്ങനെ ദാദറിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ 21:20, അതായത് 9:20 ദാദറിലെത്തി. അപ്പോൾ വണ്ടി ഇവിടുന്ന് പുറപ്പെട്ട് പോവാമെന്ന് തോന്നുന്നു. ഞാൻ എന്നാൽ പുറത്തോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഫുൾ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മെമ്പർഷിപ്പ്, സൂപ്പർ താങ്ക്സ് പോലത്തെ മെത്തേഡ്സ് വഴി നമ്മുടെ ചാനലിനെ സപ്പോർട്ടും ചെയ്യാം. എന്നാൽ പിന്നെ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയിൽ കാണാം. ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല, യാത്ര ഇനിയും തുടരും. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.